വിധിയൊരുക്കിയ പരീക്ഷണങ്ങളെ മനസ്സിലെ വെളിച്ചം കൊണ്ട് നേരിട്ട് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇടുക്കി തുടങ്ങനാട് സ്വദേശി ജാസ്മിൻ അജി. ജീവിതത്തിലുണ്ടായ വെല്ലുവിളിയെ തോൽപ്പിച്ച് ജാസ്മിൻ തുടങ്ങിയ നെയ്യപ്പം യൂണിറ്റ് ഇന്ന് നാട്ടിൽ വൻ ഹിറ്റാണ്. ഒരു ഡസനിലേറെ വനിതകൾക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭക കൂടിയാണ് ജാസ്മിൻ. ഇടുക്കി മേലുകാവ് മേരിലാൻഡ് സ്വദേശിയായ ജാസ്മിന്റെ കുഞ്ഞിന് സെറിബ്രൽ പാൾസിയായിരുന്നു അസുഖം. ജാസ്മിനും ഭർത്താവും മകനെയുമായി കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. ഇതിനിടെ ഒരു വൈദികനാണ് ജീവിത വേദനകൾ മറക്കാൻ എന്തെങ്കിലും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ഉപദേശം ജാസ്മിന് നൽകിയത്. ഇതോടെ ജാസ്മിൻ നെയ്യപ്പമുണ്ടാക്കുകയും ഭർത്താവ് അജി ഇത് പാക്കറ്റിലാക്കി തന്റെ പലചരക്ക് കടയിൽ വിൽപ്പനയ്ക്കെത്തിക്കുകയുമായിരുന്നു. 2005-ലായിരുന്നു ഇത്. പിന്നീട് ആവശ്യക്കാർ കൂടുതലായതോടെ പൂർണ്ണമായും നെയ്യപ്പം കച്ചവടത്തിലേക്ക് ജാസ്മിൻ തിരിഞ്ഞു. മകൻ അഖിലിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രി സന്ദർശനത്തിനിടെ ജാസ്മിനെയും പരിശോധനയ്ക്ക് വിധേയയാക്കി. ഞരമ്പുകളുടെ ബലക്ഷയം മൂലം ജാസ്മിന്റെ കാഴ്ചയ്ക്ക് തകരാറുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർമാർ സൂചന നൽകി. പിന്നീട് കണ്ണുകളുടെ വശങ്ങളിലെ കാഴ്ചകൾ മറഞ്ഞു തുടങ്ങി. 2011-ൽ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ ഇരുട്ടിനെ പോരാടി തോൽപ്പിച്ച് ജാസ്മിൻ വീട്ടിലെ ജോലികളെല്ലാം തനിയെ ചെയ്തു. ഡോക്ടർമാർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ കണ്ണടച്ച് ജോലികൾ ചെയ്തുകൊണ്ട് വരാനിരിക്കുന്ന ദുരിതത്തെ നേരിടാൻ മനസ്സുകൊണ്ട് അവർ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ട് പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വേറെ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നമ്മൾ അടുക്കളയിലെ സാധാരണ ചീൻചട്ടിയിൽ സാധാരണ സ്റ്റൗവിലാണ് തുടങ്ങിയത്. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് പതുക്കെ ഓരോ സാധനങ്ങളും പാത്രങ്ങളും എല്ലാം മേടിച്ച് പിന്നെ അളവ് കൂടുന്നതനുസരിച്ച് ആൾക്കാരെ സ്റ്റാഫിനെയും കൂട്ടി വന്ന് ഇപ്പം കുഴപ്പമില്ലാതെ നമുക്ക് പ്രധാനമായിട്ടും പള്ളികളാണ് ഒത്തിരി 5 രൂപതകളിലെ പല പ്രധാനപ്പെട്ട തിരുനാളിനെല്ലാം പല പള്ളികളും പ്രധാനപ്പെട്ട പള്ളികളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജാസ്മിന്റെ വീടിനോട് ചേർന്നുള്ള ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിൽ നിന്ന് ദിവസേന ആയിരക്കണക്കിന് നെയ്യപ്പം വിവിധ ജില്ലകളിലേക്ക് കയറ്റി അയക്കുന്നു. 5 രൂപതകളിലെ പള്ളികളിൽ ഇവിടെ നിർമ്മിക്കുന്ന നെയ്യപ്പമാണ് നേർച്ചയായി നൽകുന്നത്. തിരുനാൾ സീസണിൽ മറ്റു പള്ളികളിൽ നിന്നും ഓർഡർ എത്തുന്നതോടെ തിരക്കേറും. 12ഓളം വീട്ടമ്മമാരാണ് സ്ഥിരമായി ജോലി ചെയ്യുന്നത്. തിരക്കേറിയ സമയങ്ങളിൽ 30ഓളം വനിതകൾ ജോലിക്കുണ്ടാകും. ഇവരോടൊപ്പം എല്ലാ ജോലികളും ചെയ്യാൻ ജാസ്മിനും കൂടും. വിധിയെ പഴിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. വെല്ലുവിളികളെ അതിജീവിക്കുകയാണ് വേണ്ടതെന്നാണ് ജാസ്മിന്റെ പക്ഷം. അമൃത ന്യൂസ്, ഇടുക്കി.